ഹലോ നമസ്കാരം, ഞാൻ ബിൻസി. എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് വളരെ ഈസി ആയിട്ട് വീട്ടിലുണ്ടാക്കിയെടുക്കാൻ പറ്റിയ ഒരു പംകിൻ സൂപ്പിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള എന്നാൽ ഈസി ആയിട്ട് തന്നെ ഉണ്ടാക്കാൻ പറ്റിയ പംകിൻ സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ പംകിൻ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു ചെറിയ പംകിൻ എടുത്തിട്ടുണ്ട്. ഞങ്ങളുടെ വീട്ടിൽ തന്നെ ഉണ്ടായ ഒരു പംകിനാണ്, അതുകൊണ്ടാണ് അത് ഇത്ര ചെറുതായിട്ടിരിക്കണേ. പിന്നെ 2 ക്യാരറ്റ്, 2 പൊട്ടാറ്റോസ്, സവോള, പിന്നെ ഒരു കുടം വെളുത്തുള്ളി എല്ലാം ഞാൻ തൊലി കളഞ്ഞ് ക്ലീൻ ചെയ്ത് ചെറിയ പീസസ് ആയിട്ട് മുറിച്ച് ഓവനിൽ വെച്ച് ഒന്ന് ബേക്ക് ചെയ്തെടുക്കുകയാണ്. ഓവൻ ഇല്ലാത്തവർക്ക് ഒരു പാനിൽ വെച്ച് സോട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാൻ ഓവനിൽ വെച്ചിട്ടാണ് അത് വേവിച്ചെടുക്കുന്നത്. പെട്ടെന്ന് വെന്ത് കിട്ടാനായിട്ട് ആരും കുക്കറിൽ വെള്ളം ഒഴിച്ച് വേവിക്കരുത്. നമ്മുടെ സൂപ്പിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ മാറിപ്പോവും. അപ്പോൾ 180 ഡിഗ്രി സെൽഷ്യസിൽ ഒരു 20 മിനിറ്റ് വെച്ചപ്പോഴത്തേക്കും എൻ്റെ വെജിറ്റബിൾസ് എല്ലാം വെന്ത് കിട്ടി. ഇനി അത് നമുക്കൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. നല്ലൊരു പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുത്ത് കൊണ്ടുവരാം. ഞാനിതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ടാണ് അരയ്ക്കുന്നത്. പച്ചവെള്ളം ഒഴിച്ചാലും കുഴപ്പമില്ല, കാരണം നമ്മൾ ഇതൊന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അരച്ചെടുത്തതെല്ലാം കൂടെ ഒരു സോസ് പാനിൽ ഒഴിക്കാം. പിന്നെ നമ്മുടെ കട്ടിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം, ഇതിപ്പോൾ ഭയങ്കര തിക്കായിട്ടാണ് ഇരിക്കുന്നത്, ഒന്ന് കട്ടി കുറച്ച് ഒരു ലൂസായിട്ട് സൂപ്പ് പരുവത്തിലേക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് വെള്ളം ഒഴിക്കുക. കുറേശ്ശെ ഒഴിച്ച് ഇളക്കി നോക്കുക. പിന്നെ ആവശ്യത്തിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നോക്കുക. എൻ്റെ ഇപ്പോൾ ഒരു നല്ലൊരു സിൽക്കി സൂപ്പ് പരുവത്തിലായിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമുക്ക് അടുപ്പത്തേക്ക് വെച്ച് ഒന്ന് ഒരു തള വരണ വരെ വെയിറ്റ് ചെയ്യാം. ഞാൻ ഇതുവരെ ഇതിനകത്ത് ഉപ്പിട്ടിട്ടില്ലായിരുന്നു. വെജിറ്റബിൾസ് വേവിച്ചപ്പോഴൊന്നും ഉപ്പിട്ടിട്ടില്ല. ഇപ്പോഴാണ് വളരെ കുറച്ച് ഉപ്പാണ് ഇട്ടിട്ടുള്ളത്, കാരണം ഇതിന് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. അധികം ഉപ്പായ നമുക്ക് സൂപ്പ് കുടിക്കാനും പറ്റില്ല. പിന്നെ കുറച്ചൊരു എരിവിന് ഞാൻ കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തർക്കുടെ ടേസ്റ്റ് അനുസരിച്ച് ഇട്ട് കൊടുക്കുക. ഇനി ലാസ്റ്റായിട്ട് ഞാൻ ഇതിലേക്ക് ക്രീം ഒഴിച്ചു കൊടുക്കുകയാണ്. ഒരു 1/4 കപ്പ് ക്രീം ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഒഴിച്ചില്ലെങ്കിലും നല്ല ടേസ്റ്റാണ്. ക്രീം ഒഴിച്ചാൽ കുറച്ചും കൂടി നല്ല ക്രീമി ആയിട്ട് ഇരിക്കുന്നു മാത്രം. ഇത്രയേ ഉള്ളൂ. ക്രീം ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് തീ ഓഫ് ചെയ്യാം. ചൂടൊന്നും ആറിക്കഴിയുമ്പോൾ നമുക്ക് വേറൊരു ബൗളിലോട്ട് മാറ്റിയിട്ടുണ്ട്. അതിലേക്ക് കുറച്ചൊരു ഗാർണിഷിന് വേണ്ടിയിട്ട് കുരുമുളക് പൊടിയും കുറച്ച് ചീസ് ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പംകിൻ സൂപ്പാണ്. അപ്പോൾ ഇത് നമ്മുടെ മെയിൻ മീലിന് മുന്നേ ആയിട്ട് നമുക്ക് സൂപ്പ് കുടിക്കാം. അതല്ലെങ്കിൽ സൂപ്പ് മാത്രമായിട്ട് നല്ല റോസ്റ്റ് ചെയ്ത ബ്രെഡിൻ്റെ കൂടെ അത് ബ്രെഡ് മുക്കി കഴിക്കാം. ഞാനിവിടെ ഇന്ന് ഗാർലിക് ബ്രെഡിൻ്റെ കൂടെയാണ് ഈ പംകിൻ സൂപ്പ് സെർവ് ചെയ്യുന്നത്. അപ്പോൾ നല്ല തണുപ്പും മഴയുള്ളൊരു ദിവസം ഇതുപോലെ ഒരു നല്ല ചൂട് സൂപ്പ് കുടിച്ചിട്ട് കിടന്നുറങ്ങുന്നതിൻ്റെ സുഖം വേറെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കണം. വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണും വരെ ബൈ, ടേക്ക് കെയർ.